ഓണത്തിന് ക്ലാഷ് വയ്ക്കാൻ വേണ്ടിയിട്ട് 3 സിനിമകളായിരുന്നു ഇടുന്നത്. ഒന്ന് ഐ ആം ഗെയിം, പിന്നെ ഖലീഫ, പിന്നെ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. അങ്ങനെ ഒഫീഷ്യലായിട്ട് ദുൽഖർ സൽമാൻ്റെ ഐ ആം ഗെയിം റിലീസ് ഡേറ്റ് മാറ്റി. ഇപ്പോൾ ഓഗസ്റ്റ് 20 ഇറങ്ങായിരുന്ന സിനിമ സെപ്റ്റംബർ 3 മാറ്റിയിട്ടുണ്ട്. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡിലേയും പിന്നെ പാൻ ഇന്ത്യൻ ലെവലിൽ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡിലേ ആവുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു സ്മാർട്ട് മൂവ് തന്നെയാണ്. ഈ 3 സിനിമകൾ ഒരുമിച്ച് ഇറങ്ങാതിരിക്കുന്നതല്ലേ നല്ലത്. കാരണം 3 കാണണമെന്നുണ്ട്. ഡേറ്റ് മാറ്റിയത് നന്നായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതോ ഇതിൻ്റെ ഹൈപ്പ് പോകും അപ്പോഴേക്കും? പിന്നെ സെക്കൻഡ് ന്യൂസ് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം മൂവിയുടെ 6ാമത്തെ ദിവസമായപ്പോഴേക്കും അത് 31.5 crore 31.5 കോടി കളക്ട് ചെയ്തു. ആദ്യത്തെ ദിവസമൊക്കെ കയറിയത് ചിലപ്പം മോഹൻലാലിൻ്റെ മോളുടെ അഭിനയം കാണാൻ വേണ്ടി കയറിയതായിരിക്കാം. ഒരിക്കലും ഒരു പടം രസമില്ലെങ്കിൽ 6ാമത്തെ ദിവസവും അത്രയ്ക്ക് വലിയ കളക്ഷൻ കിട്ടാൻ ചാൻസ് ഇല്ല. മോഹൻലാലിൻ്റെ മോളല്ലേന്നും പറഞ്ഞാണ് ഈ സിനിമ കണ്ടെങ്കിൽ തന്നെ മോഹൻലാൽ എന്നെ സംവിധാനം ചെയ്ത ബറോസ് പൊട്ടിച്ചിട്ട്. സോ അപ്പോൾ അതങ്ങനെയൊന്നുമില്ല. ഇത് മൂവി പുറത്തായതുകൊണ്ടാണ് ആൾക്കാർ കണ്ടത്. വേർഡ് ഓഫ് മൗത്ത്. അതായത് മൂവി വലിയ കുഴപ്പമില്ല, ഞാൻ പോയി കണ്ടതാണ്, ഞാൻ വേറൊരു വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പട്ടിക്ക് മെസ്സിന്ന് പേരിട്ടെന്നും പറഞ്ഞ് അർജൻറ്റീന ആരാധകരൊക്കെ ഭയങ്കര രോഷാകുലരായി എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഡയറക്ടർ ജൂഡ് ആൻ്റണി തന്നെ പറഞ്ഞു വേറെ ഏത് പേര് വിളിച്ചിട്ടും പട്ടി റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന്. സോ ഒരു സിനിമ ഇറങ്ങണമെങ്കിൽ സ്ക്രിപ്റ്റ് പട്ടിക്ക് വരെ ഓക്കെയാണ് എന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ കാട്ടാളൻ OTT റിലീസായി. മനോരമ മാക്സിൽ ഇന്ന് റിലീസ് ചെയ്തു. തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ പോലും അത്രയ്ക്ക് നല്ല അഭിപ്രായം കിട്ടാത്തതുകൊണ്ട് ഞാൻ തിയേറ്ററിൽ പോലും കണ്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് OTT അറിഞ്ഞാലും വേണമെങ്കിൽ ഒന്ന് കാണാമല്ലോ. ഇന്നത്തേക്ക് 3 അപ്ഡേറ്റ് ഉള്ളൂ. ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം വീഡിയോ ഇടുന്നതായിരിക്കും. ബൈ.